ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഈദ് മുബാറക് നേരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കിലായിരിക്കാം. ഞങ്ങൾ ഇവിടെ ഒരു കുഞ്ഞ് പെരുന്നാൾ ആഘോഷം നടത്തുന്നുണ്ട് കേട്ടോ. വേറെ എവിടെയല്ല കേട്ടോ, റിഷാന്റെ ക്വാർട്ടറിലാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങൾ എന്താ നേരെ ക്വാർട്ടറിലേക്ക് പോവാം. അയ്യോ എന്തൊരു വെയിലാണ്, നല്ല നട്ടപ്പ വെയില്. ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാവരും വന്നു നോക്കുന്നുണ്ട്. കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നു. അപ്പം ഞാൻ പോയപ്പോഴേക്കും നീരജ് ചേച്ചിയും ടീമ ചേച്ചിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫോണിൽ എന്തൊക്കെയോ നോക്കുമായിരുന്നു. പിന്നെ കുട്ടികൾ നല്ല തകൃതിയായിട്ട് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയതും റിഷാന മൊഹബത്ത് സർവത്ത് കൊണ്ടുവന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ പെരുന്നാളിനെടുത്ത് അവളുടെ പുതിയ ഡ്രസ്സൊക്കെ കാണിച്ചു വന്നു കേട്ടോ. അവളതിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു, വൈറ്റായ കാരണം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഷെറാറയായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ആസ് യൂഷ്വൽ ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ച് ചള്ളിയടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് കത്തിയടിച്ച് അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും പിന്നെ ഓരോരുത്തരൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴേക്കും എന്താ റിഷാന നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരുന്നു. അപ്പോഴേക്കും പിന്നെ ഇവിടെ ഓരോരുത്തർ ഞാനും ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഷെൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് പെരുന്നാളാണെങ്കിൽ കൂടി ഇന്ന് നമ്മുടെ ടീമ ചേച്ചിൻ്റെയും ബിജോ സാറിൻ്റെയും ആനിവേഴ്സറിയാണ്. അപ്പോൾ അവരറിയാതെ ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവനോട്ടം കേക്ക് കൊണ്ടുവന്ന് തന്നിട്ട് പോയതാട്ടോ. അപ്പോൾ നമുക്ക് ടീമ ചേച്ചി അറിയേണ്ട അതവിടെ എടുത്തു വെക്കണം. ഇതാ നമ്മുടെ ശ്രുതി ചേച്ചി കുറച്ച് സ്വീറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് അൻവിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ കൂടെ. അൻവിക്കുട്ടിയുടെ അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്നതിന് ഓരോന്നൊക്കെ ലഡു ഒക്കെ തന്നു. വീണ്ടും ഗസ്റ്റ് വരുന്നു. വീണ്ടും റിഷാന മൊഹബത്ത് സർവത്തായിട്ട് പോകുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ സ്ഥിരം കക്ഷികൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ബിജോ സാറുണ്ട്, ജിതേഷ് ചേട്ടനുണ്ട്, ബിൻ സാറുണ്ട്, ജസീം സാറുണ്ട്, പിന്നെ വേറെ ഏതൊരു സാറും കൂടി ഉണ്ടായിരുന്നു. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. സോ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ അന്നൻ്റെ കുട്ടീനെ എടുത്തിട്ട് ബിജോ സാറ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര കളിയിലായിരുന്നു. അവരൊന്നും ഇരുന്നിട്ടേ ഇല്ല, ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സമയം വന്നു കേട്ടോ. നമ്മുടെ റിഷാന നല്ല അടിപൊളിയായിട്ട് മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു. നമ്മൾ ഒരിക്കൽ നോമ്പ് തുറക്കി പോയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുറേ സ്നാക്സുകൾ ഉണ്ടാക്കി തന്നാണ്. അതിനെക്കാട്ടിൽ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അവർ. സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാട്ടോ ഇരിക്കാറുള്ളത് ആ ഹാളിൽ. പക്ഷേ ഇന്ന് കുറച്ച് അധികം ആൾക്കാരുള്ളത് കൊണ്ടും സ്ഥലം കുറവുള്ളത് കൊണ്ടും ഞാൻ അവരാദ്യം ഇരുന്നു കേട്ടോ. ഞങ്ങളൊന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ആനിവേഴ്സറി കപ്പിൾസ്. അപ്പോൾ അവൻ്റെ ടൈം ആവാറായി. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കേക്കും കൊണ്ടൊക്കെ പോയിട്ട് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഏകദേശം. ടീമ ചേച്ചി ഒരു റിയാക്ഷനും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നേരത്തെ തന്നെ ഒരു ഡൗട്ട് അടിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ എല്ലാവരും കൂടി ഉള്ള കാരണം ഒരു ഓളുണ്ടായിരുന്നു കേട്ടോ. ഒരു രസമായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് അവർക്ക് വിശ്വാസമൊക്കെ കൊടുത്തു. ദൈബിൻ സാർ അത് പൊട്ടിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട്. ഫൈനലി അത് പൊട്ടി. അപ്പോൾ അവരങ്ങനെ കേക്കൊക്കെ മുറിച്ചു. ഇനി അവനെ കുറച്ച് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമുക്ക് മൊമെൻറ്റ്സ് കാണാം. അപ്പോൾ പെരുന്നാൾ വിശേഷം, ആനിവേഴ്സറി വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാതിരിക്കുമ്പോൾ ബൈ, സീ യു.